ടീച്ചർമാർ എന്ന് പറയുന്നത് എപ്പോഴും സ്കൂളിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചും ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് ടീച്ചർമാരുടെ ജീവിതം എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയ ടീച്ചർമാരുടെ സ്ട്രെസ് കുറക്കാനുള്ള ഒരു 2-3 ചെറിയ ടിപ്സ് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ ടിപ്പ്, യൂസ് TTT. നമ്മൾ ടീച്ചേഴ്സ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് TTT ഫോർമുല, അതായത് ടൈനി ടിക്കബിൾ ടാസ്ക്. നിങ്ങൾ ടീച്ചർമാര് ആദ്യം തന്നെ ചെയ്യേണ്ട, അതായത് ആദ്യം തന്നെ ശീലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇത് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. അതായത് ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇനി വീട്ടിൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഈ പേപ്പറിൽ എഴുതി വെക്കുക. വീട്ടിലായാലും സ്കൂളിലായാലും നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതി വെച്ച ഓരോ ഡ്യൂട്ടിയും ഓരോ ടാസ്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് നേരെ ഓരോ ടിക്ക് ഇട്ട് വെക്കുക. ചില ടീച്ചർമാർ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോ എന്താ ഇത്ര വലിയ കാര്യം, നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം, നമ്മൾ തന്നെ ടിക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിനൊരു നല്ല റിസൾട്ടാണ് കിട്ടുക. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അത് ഓരോന്നും ചെയ്ത് അതിന് നേരെ ടിക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാ പുതിയ ടീച്ചർമാരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫീഡ് യുവർ സോൾ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബി, റീഡിങ്, ഡാൻസിങ്, അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം ചെയ്യാനുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പേരിൽ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ഇന്ന് ചെയ്തു എന്ന ഒരു സംതൃപ്തി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കണം. ഇനി മൂന്നാമത്തേത്, എംപവർ യുവർ സ്റ്റുഡൻസ്. അതായത് നിങ്ങൾ ടീച്ചർമാർ കുട്ടികൾക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ എന്തെങ്കിലും ജോലി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉത്സാഹത്തോടെ അവരത് ചെയ്തു തീർക്കും. അപ്പോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യിക്കുക. നിങ്ങൾ ടീച്ചർമാരുടെ വർക്ക് ലോഡ് കുറയുകയും ചെയ്യും, കുട്ടികളുടെ കഴിവ് വർദ്ധിക്കും, അതുപോലെ അവരിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ടാവും. പിന്നെ ചില ടീച്ചർമാർ വിചാരിക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളും, എനിക്ക് കുട്ടികളുടെ സഹായവും വേണ്ട, ടീച്ചേഴ്സിന്റെ സഹായവും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. പക്ഷെ അത് ഒരു ശരിയായ ചിന്തയല്ല. കാരണം നമുക്ക് കുറച്ചു കാലം മാത്രമേ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും കുട്ടികളുടെയും അതുപോലെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർമാരുടെ ഒക്കെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. പിന്നെ കുട്ടികളുടെ സഹായം കഴിയുന്നതും ആവശ്യപ്പെടണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ദിവസത്തിൽ കുറച്ച് സമയം എന്തായാലും അതിനു വേണ്ടി വിനിയോഗിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.